മഹിതമായ ഒരു കാർഷിക പാരമ്പര്യമാണ് മലയാള മണ്ണിനുള്ളത്. തനതായ ഒരു കാർഷിക രീതി ഈ മണ്ണ് മനസ്സിൽ പൊതിഞ്ഞു കാക്കുന്നു. എണ്ണമറ്റ നീർത്തടങ്ങൾ ഫലപുഷ്ടിയേറ്റിയ കൃഷിയിടങ്ങളേകിയത് നൂറുമേനികൾ തന്നെയായിരുന്നു. എന്നാൽ കാലമാറ്റങ്ങൾക്കൊപ്പം കടന്നുവന്ന ആധുനിക കൃഷിരീതികളെയും സ്വീകരിക്കുവാൻ ഈ മണ്ണ് മടിച്ചില്ല. മറ്റേത് തൊഴിൽ മേഖലയിൽ എത്തപ്പെട്ടാലും മലയാളിയെ സ്വന്തം ഉർവരതയിലേക്ക് മാടി വിളിക്കുന്ന ഒരു കാർഷികമായ പേശീബലം മലയാളത്തിന്റെ മണ്ണിനുണ്ട്. ദീർഘനാളത്തെ അന്യസംസ്ഥാന ഔദ്യോഗിക ജീവിതത്തിനു ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞ 34 വർഷങ്ങളായി സ്വന്തം മണ്ണിന്റെ ഗന്ധവും പുഷ്ടിയും ഹൃദയത്തിലേറ്റി വിശ്രമജീവിതം കാർഷികാനന്ദമാക്കി മാറ്റുന്ന ഒരു മുതിർന്ന കർഷകനാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂർ പെരിങ്ങനാട് അശ്വതിയിൽ എം.എൻ. കൃഷ്ണപിള്ള. 84 ആണ്ടുകളുടെ പ്രായം പിന്നിടുമ്പോഴും വാർദ്ധക്യത്തിന്റെ ആയാസങ്ങളോ ആകുലതകളോ ഇല്ലാതെ തൊടിയിലും തോട്ടത്തിലും ഇദ്ദേഹം സജീവ സാന്നിധ്യമാകുന്നു. കാർഷിക വൃത്തിയിൽ നിന്നും ലഭിക്കുന്ന ഊർജമാണ് ഇതിനു പിന്നിലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഈ കർഷകൻ അതിന്റെ നിതാന്ത സൗന്ദര്യമായി ചൂണ്ടിക്കാട്ടുന്നത് തന്റെ 4 ഏക്കറിലേറെ വരുന്ന കൃഷിഭൂമിയിലേക്കാണ്. നീരൊഴുക്കിന്റെ കുളിർമ ചൂടി അവിടെ വിവിധതരം വാഴകൾ, ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ കിഴങ്ങുവർഗ വിളകൾ, വിവിധ ഇനം പച്ചക്കറികൾ എന്നിവ നിരയിടുന്നു. തന്റെ ഭവനത്തോട് ചേർന്നുള്ള വിശാലമായ തൊടിയിൽ തേനീച്ച വളർത്തലിനുള്ള ഇടവും എം.എൻ. കൃഷ്ണപിള്ള എന്ന ഈ കർഷകൻ കണ്ടെത്തി. 300-ലേറെ വരുന്ന വൻ തേനീച്ചപ്പെട്ടികളും ചെറു തേനീച്ചപ്പെട്ടികളും ഈ പുരയിടത്തിൽ നിരയിട്ട് തേനൊഴുക്കുന്നു. മധ്യപ്രദേശത്ത് ഭിലായ് സ്റ്റീൽ പ്ലാന്റിൽ 34 വർഷം സർവീസ് ചെയ്തതിന് ശേഷം നാട്ടിൽ വന്നു. നാട്ടിൽ വന്നൊരു റിട്ടയർമെൻറ്റ് ലൈഫ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ, പിന്നെ ആരോഗ്യപരമായുള്ള കാരണം കൂടിയാണ് ഈ കാർഷിക മേഖലയിൽ ഇറങ്ങുന്നത്. അപ്പോൾ കാർഷിക മേഖലയെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയേറെ സന്തോഷം കിട്ടുന്ന ഒരു മേഖലയാണ്. നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുക, അത് നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാനും പിന്നെ അതിൽ നിന്നുള്ള ആദായം എടുത്ത് നമുക്ക് വിഷവിമുക്തമായിട്ടുള്ള ഭക്ഷണ സാധനം കഴിക്കാനുള്ള ഒരു സാധ്യത അതിൽ നിന്നുണ്ട്. മധ്യപ്രദേശിലെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച് 1996 നാട്ടിലെത്തിയ എം.എൻ. കൃഷ്ണപിള്ള ഹൃദയ സംബന്ധമായ രോഗത്തിനുള്ള മരുന്നിന്റെ ഭാഗമായി തേൻ വാങ്ങി കഴിച്ചു വരവെയാണ് തേനീച്ച വളർത്തൽ രംഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. 10 തേനീച്ച പെട്ടികളിൽ നിന്ന് ആരംഭിച്ച തേനീച്ച വളർത്തൽ ഇന്ന് 300-ലേറെ വരുന്ന പെട്ടികളിൽ എത്തി നിൽക്കുന്നു. വൻ തേനിന്റെ ഉൽപാദനത്തിനായി ഞൊടിയൻ എന്ന ഇനം തേനീച്ചകളെയാണ് ഇവിടെ വളർത്തുന്നത്. വൻ തേൻ ഉൽപാദനത്തിനൊപ്പം ചെറുതേൻ ഉൽപാദനവും ഇവിടെ നടക്കുന്നു. തേനീച്ച കൃഷിയിലേക്ക് വരാനുള്ള പ്രധാന കാരണം അത് ഞാൻ സർവീസിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു 53 വയസ്സുള്ളപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. ഡോക്ടേഴ്സുമായിട്ട് ഇങ്ങനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
അവർ പറഞ്ഞു ഈ തേൻ റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് കൊളസ്ട്രോൾ ആണല്ലോ ഈ രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം. രക്തത്തിൽ കൊളസ്ട്രോൾ വർദ്ധിക്കുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് പിന്നെ ഹാർട്ട് സംബന്ധമായ രോഗങ്ങളുണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തേൻ നല്ലതാണെന്ന് പറയും. തേൻ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. അത് ജോലിയിലിരിക്കുമ്പോൾ തന്നെ നാട്ടിൽ വരുമ്പോൾ എവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ ഹരിയാനയിലോ പഞ്ചാബിലോ ഒക്കെയുള്ള തേൻ അവിടെ കിട്ടുമായിരുന്നു. അതങ്ങനെ കഴിച്ചു. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് തേൻ ഉൽപ്പാദിപ്പിച്ചുകൂടാന്നുള്ളൊരു ധാരണ ഉണ്ടാവുകയും അപ്പോൾ അതിലേക്ക് ഇറങ്ങി ഒരു 10 പെട്ടി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ മൊത്തത്തിൽ ഒരു 10 പെട്ടിയിൽ തുടങ്ങി ഇപ്പോൾ ഒരു 300 പെട്ടികളുണ്ട്. പല സ്ഥലങ്ങളിലായിട്ടാണ് വയ്ക്കുന്നത്. ഒരു ഏരിയയിൽ ഒരു 25-30 പെട്ടി കൂടുതൽ വയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഇതിന് ആഹാരം പിന്നെ സംഭരിക്കാൻ കൂടുതൽ യാത്ര ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡിഫറൻ്റായിട്ടുള്ള ലൊക്കേഷനിൽ ഇത് വയ്ക്കുകയാണ്. പിന്നെ 2 ഇനം തേനീച്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് ചെറുതേനീച്ച, മറ്റത് ഞൊടിയൽ എന്ന് പറയുന്ന വൻതേനീച്ച. തേനടകളിലെ തേൻ എക്സ്ട്രാക്ടറിലൂടെ ശേഖരിക്കുന്നു. അസംസ്കൃത തേനിന്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ സ്വന്തം ഭവനത്തിൽ വച്ചു തന്നെ കൃഷ്ണപിള്ള നടത്തുന്നു. വിസ്താരമേറിയ ഒരു പാത്രത്തിൽ ജലമൊഴിച്ച് അതിന് മധ്യത്തിലായി പാത്രത്തെ സ്പർശിക്കാതെ തടിക്കഷണങ്ങളോ കൽക്കഷണങ്ങളോ ഉപയോഗിച്ച് പൊന്തിച്ചുകൊണ്ട് അസംസ്കൃത തേൻ നിറച്ച പാത്രം വയ്ക്കുന്നു. തുടർന്ന് 70 ഡിഗ്രി സെന്റിഗ്രേഡിൽ ജലം ചൂടാക്കവേ തേൻ നിറച്ച പാത്രത്തിന് മുകളിൽ അതിലെ മാലിന്യങ്ങൾ അവക്ഷിപ്തമായി നിറഞ്ഞു പൊന്തുന്നു. ഈ മാലിന്യങ്ങൾ നീക്കിയ ശേഷം ചൂടായ തേൻ ശുദ്ധീകരണ ചേംബറിലേക്ക് ഒഴിക്കുന്നു. ചേംബറിലെ ടാപ്പിലൂടെ ചരിച്ചു ഘടിപ്പിച്ച കുപ്പികളിലേക്ക് ശുദ്ധമായ തേൻ ഒഴുകിയെത്തുന്നു. കുപ്പികൾ ചരിച്ചു ഘടിപ്പിക്കുന്നത് വഴി തേൻ നുരഞ്ഞു പൊന്താനുള്ള സാഹചര്യം ഇല്ലാതാകുന്നു. തേൻ നിറഞ്ഞ കുപ്പികൾ വ്യത്യസ്ത അളവുകളിലായുള്ള ഭാരം രേഖപ്പെടുത്തി വിപണിയിലേക്ക് എത്തിക്കാൻ തയ്യാറാക്കുന്നു. ഞൊടിയൻ വൻ തേനീച്ചകൾ ഒരു പെട്ടിയിൽ നിന്നും ആണ്ടിൽ 8 മുതൽ 10 കിലോഗ്രാം വരെ തേൻ തരും. എന്നാൽ ചെറുതേൻ ഉൽപാദനം 40 പെട്ടികളിൽ നിന്നും ശരാശരി 5 കിലോഗ്രാം വരെയാണ് ലഭിക്കുക. ഞൊടിയൽ തേനീച്ചയിൽ നിന്ന് ശരാശരി നമുക്ക് ഒരു വർഷം 5 മുതൽ 10 കിലോ വരെ തേൻ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ കിട്ടും. ചെറുതേന് വളരെ കുറച്ച് മാത്രമേ കിട്ടൂ. ഒരു പെട്ടിക്കകത്തുനിന്ന് ഒരു 200-300 ഗ്രാം തേൻ മാത്രമേ ഒരു വർഷം കിട്ടത്തുള്ളൂ. ഇപ്പോൾ 1 കിലോ തേൻ വേണമെങ്കിൽ ഒരു 3 പെട്ടി 4 പെട്ടിയിൽ നിന്ന് തേൻ എടുക്കണം. പക്ഷെ അതിന് വില കൂടുതലാണ്, പക്ഷെ ഉപലബ്ധി കുറവാണ്. അപ്പോൾ ഈ ഞൊടിയൽ തേനീച്ചയെ നമുക്ക് ഇഷ്ടാനുസരണം വളർത്തിയെടുക്കുകയും തേൻ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. പക്ഷെ ആ ഒരു രീതി ചെറിയ തേനീച്ചയെ പറ്റി സാധിക്കത്തില്ല. അത് സ്വാഭാവികമായിട്ട് വളരുകയും അതിന് നമ്മൾ കൃത്രിമമായിട്ട് തീറ്റയൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അത് തീറ്റ അന്വേഷിക്കുകയും അത് സ്വാഭാവികമായിട്ട് വളരുകയും അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അത് തേൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ നമ്മുടെ ഉൽപ്പാദന ക്ഷമത വളരെ കുറവാണ്. തേനീച്ച കോളനികൾ പെട്ടി ഉൾപ്പെടെ ആവശ്യക്കാർക്ക് നൽകാനും ഈ തേനീച്ച കർഷകൻ സദാ സന്നദ്ധനാണ്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഒരു തേനീച്ച പെട്ടിയിൽ നിന്നും 6 മുതൽ 7 വരെ പെട്ടികൾ പിരിക്കാനാകും. റാണിയെ സംരക്ഷിച്ചുകൊണ്ട് നൽകുന്ന ഈ പെട്ടികളിൽ വൻ തേനിന്റെ പെട്ടികൾക്ക് 1000 രൂപയും ചെറുതേനിന്റെ പെട്ടികൾക്ക് 1500 രൂപയുമാണ് നിരക്ക്. തേനീച്ച എന്നുള്ള ആദായം കാലാവസ്ഥയ്ക്ക് വലിയ കുഴപ്പമില്ലെങ്കിൽ 2 തരത്തിലുള്ള ആദായം ഇതിൽ നിന്നുണ്ട്. ഒന്ന് തേനിൽ നിന്നുള്ള ആദായം, പിന്നെ രണ്ടാമത് നമ്മൾ ഈ തേനീച്ച വിഭജിച്ചിട്ട് മറ്റാളുകൾക്ക് വിൽക്കുന്നതിൽ നിന്നുള്ള ആദായം. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള ആദായമുണ്ട്. പക്ഷെ കാലാവസ്ഥ നല്ലതാണെങ്കിൽ തേൻ ഉൽപ്പാദനവും കൂടും, നമുക്ക് ആദായം കൂടും. ശരാശരി 5 അല്ലെങ്കിൽ 6 കിലോ തേൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ 300 രൂപയ്ക്കാണ് നമുക്ക് വെക്കുന്നത്. പിന്നെ റോ മെറ്റീരിയൽ എന്നുള്ള അല്ലെങ്കിൽ പിന്നെ ശുദ്ധീകരിക്കുന്നതിന് മുമ്പുള്ള റേറ്റ് പറഞ്ഞാൽ ഒരു 200 രൂപ വെച്ച് നോക്കിയാലും
ഒരു 5 കിലോ ഉണ്ടെങ്കിൽ 1000 രൂപ നമുക്ക് ഒരു പെട്ടിയിൽ നിന്ന് കിട്ടും. ചെറുതേനാണെങ്കിൽ 1500 രൂപ വരെ കിട്ടും. പക്ഷെ അത് വളരെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു പോരായ്മ അതിലുണ്ട്. കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഓഗസ്റ്റിൽ നമുക്ക് പെട്ടി പിരിക്കാൻ സാധിക്കും. ഓഗസ്റ്റിൽ ഒരു പെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ ആകുമ്പോൾ 2 പെട്ടിയാകും. അപ്പം നമ്മുടെ അടുത്ത് ടോട്ടൽ 3 പെട്ടിയായില്ലേ. ഒരു പ്രാവശ്യം കൂടെ പിരിക്കാതെ സെപ്റ്റംബറിൽ അപ്പം 3 പെട്ടി പിരിക്കുമ്പോൾ 6 എണ്ണം ആയില്ലേ. അപ്പോൾ 6 പെട്ടി 7 പെട്ടിയൊക്കെ നമുക്ക് ശരാശരി ഒരു വർഷം ഒരു പെട്ടിയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പെട്ടി വിറ്റ് കഴിഞ്ഞാൽ ഒരു 1000 റുപ്പീസിനാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഒരു 500 രൂപ പെട്ടിയുടെ വില പോയാലും 500 രൂപ നമുക്ക് തേനീച്ചയുടെ വിലയായിട്ട് കിട്ടും. അപ്പോൾ ഒരു പെട്ടി തേനീച്ച നമ്മൾ വിഭജിച്ചെടുക്കുമ്പോൾ 5 പെട്ടി വിൽക്കാൻ പറ്റും. 5 പെട്ടി വിറ്റാൽ 5000 രൂപ കിട്ടും. 5000 തേനീച്ച പെട്ടിയുടെ വില കഴിഞ്ഞാൽ 2500 രൂപ കിട്ടും. അപ്പം അതുകൊണ്ട് ഒരു കണ്ടീഷനുണ്ട്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വളരെ നല്ല പ്രോഫിറ്റബിളായിട്ടുള്ള ബിസിനസ്സാണ്. ശുദ്ധമായ തേൻ തിരിച്ചറിയണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, എന്നിട്ട് തേൻ ഡയറക്റ്റ് അതിലേക്ക് ഒഴിക്കുക. തേൻ നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ വെള്ളത്തിൽ അലിഞ്ഞു ചേരാതെ നേരെ തേൻ പോയിട്ട് ആ പാത്രത്തിൻ്റെ അടിയിൽ സെറ്റിൽ ചെയ്യും. എന്നിട്ട് ആ വെള്ളം നമുക്ക് തിരിച്ചൊഴിച്ചാൽ തേൻ അവിടെ തന്നെ കിടക്കും. പിന്നെ ശുദ്ധമായ തേൻ അല്ലെങ്കിൽ നമ്മൾ തേൻ അതിലേക്ക് ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ട് തേനും വെള്ളവും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാതെ വരും. തേനീച്ച വളർത്തലിലെ പരിചരണ മുറകൾ പരമപ്രധാനമാണ്. ഇതിൽ ഏറെ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്തെ പരിചരണമാണ്. കൂടുകളുടെ യഥാസമയമുള്ള നിരീക്ഷണത്തോടൊപ്പം ഉപയോഗശൂന്യവും കേടായതുമായുള്ള തേനറകളുടെ നിർമ്മാർജ്ജനം, പെട്ടികളുടെ വൃത്തിയാക്കൽ, ഈച്ചകളുടെ പ്രധാന ശല്യമായ മെഴുകുപുഴുക്കളുടെ നശീകരണം തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. എല്ലാ ആഴ്ചയിലും കൂട് പരിശോധിക്കണം. കൂട് പരിശോധിക്കുമ്പോൾ ചില കടകളിൽ ഈ മെഴുകുപുഴു എന്ന് പറയുന്നൊരു ഇതുണ്ട്, ഒരവസ്ഥ ഉണ്ടാവും. മെഴുകിനകത്തൂടെ ഒരു സൈസ് ഈച്ച വന്ന് മുട്ടയിട്ടിട്ട് അത് പുഴുവായി ഈ മെഴുക് തിന്നാൻ തുടങ്ങും. ഈ പുഴു ഇതിനകത്ത് കയറി ഈ അടയെ നശിപ്പിക്കുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈച്ച കൂട് വിട്ട് പറന്നു പോകും. ഇത് തേനീച്ച കർഷകരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടും നഷ്ടവും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. തേനിന്റെ ഉൽപാദനത്തിനൊപ്പം ഉപയോഗശൂന്യമായി മാറുന്ന തേനറകളിൽ നിന്നും അനുബന്ധ ഉൽപ്പന്നമായി തേൻ മെഴുകും നിർമ്മിക്കാനാകുന്നു. ഉപേക്ഷിക്കപ്പെടുന്ന തേനറകൾ വെള്ളത്തിൽ നിമഗ്നമാക്കി നന്നായി തിളപ്പിച്ച ശേഷം ശുദ്ധീകരണ സംവിധാനം വഴി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുപ്പിക്കവേ പ്രസ്തുത പാത്രത്തിൽ തേൻ മെഴുക് അടിയുന്നു. സൗന്ദര്യ വർധനോൽപ്പന്നം എന്ന നിലയിൽ തേൻ മെഴുകിനും വിപണിയിൽ പ്രിയമേറെയാണ്. ഹണി ചേമ്പറിലിരിക്കുന്ന അടകൾ തേനില്ലാതെ വരും. അപ്പം ഈച്ച ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മളത് എടുത്ത് മാറ്റും. എടുത്ത് മാറ്റിയില്ലെങ്കിൽ അതിനകത്ത് പുഴു വളരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മളെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് ഫിൽറ്റർ ചെയ്ത് തണുത്ത വെള്ളത്തിലേക്ക് ഒഴിച്ച് അത് ഷേപ്പ് ചെയ്ത് മെഴുകായിട്ട് ഉപയോഗിക്കും. ആ മെഴുകെന്ന് പറഞ്ഞാൽ സൗന്ദര്യവർദ്ധക സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ ആയുർവേദ വൈദ്യന്മാർ തൈലം, കുഴമ്പ് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. മുഖത്തും കാലിലും കയ്യിലും ഒക്കെ വരുന്ന വിള്ളൽ ഇതിനെല്ലാം വളരെ സാധനം. അതിന് ഏതാണ്ട് 1 കിലോയ്ക്ക് 500 രൂപ വരെ വില കിട്ടുകയും ചെയ്യും. 1999 മുതൽ തന്നെ എം.എൻ. കൃഷ്ണപിള്ള തന്റെ വീടിനോട് അടുത്തുള്ള പുരയിടത്തിലും 4 ഏക്കറോളം വരുന്ന പാടത്തും വിവിധതരം വിളകൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഏത്തൻ, ചെങ്കദളി, പൂവൻ, പാളയംകോടൻ, റോബസ്റ്റ തുടങ്ങിയവയാണ് കൃഷിയിടത്തിലെ പ്രധാന വാഴ ഇനങ്ങൾ. ചേന, ചേമ്പ്, കാച്ചിൽ, മരച്ചീനി എന്നീ കിഴങ്ങുവർഗ വിളകൾക്കൊപ്പം പാവൽ, പടവലം, ചീര, പയർ, വെണ്ട, കുമ്പളങ്ങ തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളും കൃഷ്ണപിള്ള എന്ന ഈ കർഷകന്റെ പാടത്ത് സമൃദ്ധിയുടെ ചൈതന്യം വാരിയണിയുന്നു.
തികച്ചും ജൈവ കാർഷിക രീതിയാണ് ഈ കർഷകൻ അവലംബിച്ചു പോരുന്നത്. ജൈവവളത്തിനായി വെർമി കമ്പോസ്റ്റ് ഇദ്ദേഹം തയ്യാറാക്കുന്നു. പച്ച ചാണകം, വാഴപ്പോള, തൊണ്ട്, കോഴിക്കാരം, വെള്ളം എന്നിവ ചേർത്ത അടുക്കുകളൊരുക്കിയാണ് വെർമി കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത്. വെർമി കമ്പോസ്റ്റ് നിർമ്മാണ വേളയിൽ ലഭിക്കുന്ന വെർമി വാഷ് എന്ന ലായനി ജലം ചേർത്ത് തളിച്ചു കൊടുക്കുന്നത് രോഗപ്രതിരോധത്തിനും പോഷക സമൃദ്ധിക്കും പ്രയോജനപ്പെടുന്നു. വളപ്രയോഗ രീതി എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. ജൈവ കൃഷിയിൽ എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, പിന്നെ അല്ലാത്ത പിണ്ണാക്കുണ്ടല്ലോ, കടല പിണ്ണാക്ക്, പിന്നെ മണ്ണിര കമ്പോസ്റ്റ്. അത് ഞാനൊരു വളരെ കൃഷി തുടങ്ങുന്ന കാലം മുതലേ മണ്ണിര കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിക്കുകയും അത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. മണ്ണിര കമ്പോസ്റ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രധാനമായും ചാണകം, വാഴപ്പിണ്ടി. വാഴക്കൃഷിയുള്ളതുകൊണ്ട് നമുക്ക് വ്യാപകമായിട്ട് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും വാഴപ്പിണ്ടി കിട്ടും. പിന്നെ ചാണകം മാത്രം നമ്മൾ വെളിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി രണ്ടും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണിര കമ്പോസ്റ്റ് ലഭ്യമാകുന്നുണ്ട്. വീടിനോട് ചേർന്ന് ഭക്ഷ്യ മത്സ്യങ്ങൾക്കായി ഒരു പടുതാക്കുളവും തീർത്തിരിക്കുന്നു. 45 അടി നീളവും 35 അടി വീതിയും 6 അടി ആഴവുമുള്ള കുളത്തിൽ രോഹു, കട്ല, തിലോപ്പിയ തുടങ്ങിയ മത്സ്യങ്ങൾ വളരുന്നു. പടുതാക്കുളത്തിൽ മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ടപ്പോൾ അതിനൊരു വിപുലീകരണം വരിക. ഒറ്റ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഊന്നിക്കൊണ്ട് നിൽക്കാതെ തന്നെ അല്ലാതെ ഒരു നൂതന ആശയം കൂടിയാണ്. പണ്ടൊക്കെ സ്വാഭാവിക കുളത്തിലാണ് മീൻ ആളുകൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിനുശേഷം മത്സ്യഫെഡ് വഴി ഇതിനെപ്പറ്റിയുള്ള പ്രചാരണം കേട്ടും മറ്റും ഇതൊന്ന് എന്തുകൊണ്ടൊന്ന് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ള ഒരു ധാരണ വന്നു. അപ്പം അങ്ങനെ അത് തുടങ്ങി. പത്നി സരോജിനി അമ്മയും മകൾ സിന്ധുവും കൃഷ്ണപിള്ളയോടൊപ്പം കൃഷിയിടത്തിൽ കൂട്ടുചേരുന്നു. പള്ളിക്കൽ കൃഷിഭവന്റെ കീഴിൽ ഉള്ള പരിശീലന പരിപാടികളിലും മറ്റുള്ള പരിശീലന പരിപാടിയോടനുബന്ധിച്ച് നടക്കുന്ന പഠനയാത്രകളിലും സർവ്വതാ സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ കൃഷ്ണപിള്ള. അദ്ദേഹം ആ പരിശീലന പരിപാടികളിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ തോൽപ്പിക്കുന്ന ചുറുചുറുക്കോടെയാണ് പങ്കെടുക്കുന്നത്. മാത്രമല്ല പരിശീലന പരിപാടികളൊക്കെ ലൈവ് ആക്കുന്നതിനുള്ള എല്ലാ കാര്യക്ഷമമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. അദ്ദേഹം തികച്ചും ഒരു ജൈവ കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അതിനൊരു ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ജൈവ ഉൽപ്പന്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം മാർക്കറ്റിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്താറുണ്ട്. അതോടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കാറുണ്ട്. പത്തനംതിട്ട ആത്മയുടെ ഫീൽഡ് സ്കൂളായിട്ട് അദ്ദേഹത്തിൻ്റെ കൃഷിയിടം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഫാർമേഴ്സ് ട്രെയിനിങ് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള പരിശീലന പരിപാടികളുടെ കൃഷി അസിസ്റ്റന്റുമാർ, കർഷകർ എന്നിവർക്ക് വേണ്ട പരിശീലനം നടത്തുന്നതിന് ഉള്ള ഫീൽഡ് സ്കൂളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുരയിടം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് അവിടെ വരുന്ന എല്ലാ കർഷകർക്കും ഉദ്യോഗസ്ഥർക്കും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കൃഷി രീതികളും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല തേനീച്ച വളർത്തലിന് അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ വളരെ നല്ലൊരു പ്രോത്സാഹനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പത്തനംതിട്ട ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിൽ കൃഷിഭവനുകൾ ഉൾപ്പെടെ ക്ലാസ്സുകളെടുക്കുകയും അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പല കർഷകരും തേനീച്ച വളർത്തൽ രംഗത്തേക്ക് വന്നിട്ടുമുണ്ട്. കാർഷിക പൈതൃകത്തെ കാലങ്ങൾക്കപ്പുറത്തും കാത്തു സൂക്ഷിക്കാൻ തയ്യാറായ കരളുറപ്പ്, പ്രായഭേദത്തിലെ അവധാനതകളെ അവഗണിച്ചുള്ള ആർജവം, എല്ലാറ്റിനുമുപരി കാർഷിക വൃത്തി നൽകുന്ന ഹൃദയാനന്ദം. എം.എൻ. കൃഷ്ണപിള്ള എന്ന ഈ മുതിർന്ന കർഷകൻ കൃഷിഭൂമിയിൽ വയ്ക്കുന്ന ഓരോ ചുവടുകളും മണ്ണിനേകുന്നത് കാർഷിക പുണ്യത്തിന്റെ ജീവമാത്രകൾ തന്നെ.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാട്ടർഷെഡ് മാനേജ്മെന്റിൽ ഇഗ്നോയിൽ വിദൂര പഠനം. കർഷകർക്ക് ആശ്വാസമായി പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി യോജന. ഡയറി ഫാം സംരംഭകർക്ക് പരിശീലനം. മണ്ണ് പര്യവേക്ഷണ സംരക്ഷണ വകുപ്പിന്റെ ചടയമംഗലം നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റിലുള്ള 6 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ്, വാട്ടർഷെഡ് മാനേജ്മെന്റിലുള്ള 1 വർഷ ഡിപ്ലോമ കോഴ്സ് എന്നീ വിദൂര പഠന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് പാസ് അല്ലെങ്കിൽ BPP ആണ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് ചേരാനുള്ള അടിസ്ഥാന യോഗ്യത. +2 അല്ലെങ്കിൽ BPP ആണ് ഡിപ്ലോമ കോഴ്സിന് ചേരാനുള്ള അടിസ്ഥാന യോഗ്യത. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 15-ഉം പിഴയോടുകൂടി ജൂൺ 30-ഉമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പറുകൾ 9037831443, 047424755051, 0471233989, 047123441113. പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി പദ്ധതികൾ നടപ്പിലാക്കി. നീർത്തടങ്ങൾ, സൂക്ഷ്മ ജലസേചനം, ചെറുകിട വൻകിട ജലസേചന പദ്ധതികൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ഓരോ തുള്ളിക്കും കൂടുതൽ വിളവ് എന്ന കർമ്മ പരിപാടി നടപ്പിലാക്കി. 1 ലക്ഷത്തിലധികം സോളാർ പമ്പുകൾ സ്ഥാപിച്ചു നൽകി. സോയിൽ ഹെൽത്ത് കാർഡ് നടപ്പിലാക്കി. യൂറിയയുടെ ദുരുപയോഗം തടയുന്നതിനും മണ്ണിന്റെ വളക്കൂറ് വർദ്ധിപ്പിക്കുന്നതിനും നീം കോട്ടഡ് യൂറിയ ലഭ്യമാക്കി. മറ്റു വാർത്തകൾ. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലെ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 4-ാം തീയതി കാട വളർത്തലിലും 15 മുതൽ 17 വരെ മുട്ടക്കോഴി വളർത്തലിലും 22 മുതൽ 24 വരെ ഇറച്ചിക്കോഴി വളർത്തലിലും 29, 30 തീയതികളിൽ ആട് വളർത്തലിലും പരിശീലനം നൽകുന്നു. താൽപര്യമുള്ള കർഷകർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. വിളിക്കേണ്ട നമ്പർ 047924577778. കേരളത്തിലെ കാലിത്തീറ്റ ക്ഷാമം പരിഹരിക്കാൻ ക്ഷീരവികസന വകുപ്പ് ചോളം കൃഷി ചെയ്യാൻ തയ്യാറാകുന്നു. നിലവിൽ കാലിത്തീറ്റ നിർമ്മാണത്തിനാവശ്യമായ ചോളം പോലെയുള്ള ധാന്യങ്ങളുടെ അഭാവവും പരിഹരിക്കും. പൊതുമേഖലാ കാലിത്തീറ്റ ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്ന തൃശൂർ കല്ലേറ്റുംകരയിലും കൊല്ലത്തെ കരുനാഗപ്പള്ളിയിലും കർഷകരുടെ സംഘങ്ങൾ രൂപീകരിച്ച് ചോളം കൃഷി ചെയ്യുവാൻ 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 100ഓളം കർഷകർക്ക് ചോളവിത്തും കൃഷി സഹായവും സബ്സിഡിയും ഇതോടെ ലഭ്യമാകും. താൽപര്യമുള്ള കർഷകർ കൊല്ലത്തെയും തൃശൂരിലെയും ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസുകളുമായി ബന്ധപ്പെടണമെന്ന് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. പുതിയ ഡയറി ഫാമുകൾ തുടങ്ങാൻ താൽപര്യമുള്ളവർക്ക് തൃശൂർ രാമവർമ്മപുരത്തെ മിൽമ ട്രെയിനിംഗ് സെന്ററിൽ 4 ദിവസത്തെ ക്ഷീര കർഷക പരിശീലന പരിപാടി നടത്തുന്നു. ജൂൺ 10 മുതൽ 13 വരെ നടത്തുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ ജൂൺ 9-ന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം: പ്രിൻസിപ്പൽ, KCMMF ലിമിറ്റഡ്, ട്രെയിനിംഗ് സെന്റർ, രാമവർമ്മപുരം PO, തൃശൂർ 680631. ഫോൺ നമ്പർ 048726955869. തിരുവനന്തപുരം കരമന ക്രോപ്പിംഗ് സിസ്റ്റംസ് റിസർച്ച് സെന്ററിൽ 6 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന വെള്ളായണി ഹ്രസ്വ എന്ന ഇനം മരച്ചീനിയുടെ നടീൽ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് തയ്യാറായി. സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ തിരുവനന്തപുരം പേട്ടയിലുള്ള സംസ്കരണശാലയിലേക്ക് 40 മുതൽ 45 ദിവസം വരെ പ്രായവും 2 കിലോ തൂക്കവുമുള്ള ഇറച്ചിക്കോഴികളെ ശേഖരിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പറുകൾ 047124685585, 047124788585, 9495000915. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,000 രൂപ, കോഴിക്കോട് 13,500 രൂപ, തൃശൂർ 12,400 രൂപ. കൊപ്ര കൊച്ചി 8,280 രൂപ, കോഴിക്കോട് 8,550 രൂപ, തൃശൂർ 8,440 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 60,500 രൂപ, ഗാർബിൾഡ് 63,500 രൂപ. ചുക്ക് മീഡിയം 21,500, ബസ്റ്റ് 23,500 രൂപ. മഞ്ഞൾ സേലം 8,600 രൂപ, മഞ്ഞൾ ഈറോഡ് 8,900 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി
റബ്ബർ RSS 5ാം ഗ്രേഡ് 12,750 രൂപ. റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,750 രൂപ. റബ്ബർ RSS 4ാം ഗ്രേഡ് 12,975 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,200 രൂപ, കൊപ്ര 8,280 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,400 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,800 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 60,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 63,500 രൂപ. ചുക്ക് മീഡിയം 21,500 രൂപ, ചുക്ക് ബസ്റ്റ് 23,500 രൂപ. മഞ്ഞൾ നാടൻ 9,900 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250-നും 270-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 400-നും 450-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 600-നും 950-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 810 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,750 രൂപ. റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000 രൂപ. ഒട്ടുപാൽ 9,000 രൂപ. ലാറ്റക്സ് 11,000 രൂപ. കമ്പോള അവലോകനം. കാലവർഷം ദുർബലമാക്കുമെന്ന സൂചനകൾ കുരുമുളക് വില ഉയർത്തി. മഴ ചുരുങ്ങിയത് കുരുമുളക് കൊടികളെ കാര്യമായി തന്നെ ബാധിക്കും. ഉൽപാദകർ ചരക്ക് നീക്കം കുറച്ചതോടെ ആഭ്യന്തര വ്യാപാരികൾ വില ഉയർത്തി. കുരുമുളക് ശേഖരിച്ചു. 500 രൂപ വർദ്ധിച്ച് 63,500-ലാണ് ഇന്ന് വ്യാപാരം തുടങ്ങിയത്. മലബാർ മേഖലയിൽ കൊപ്ര സമ്മർദ്ദത്തിലകപ്പെട്ടതോടെ കോഴിക്കോട് വെളിച്ചെണ്ണയ്ക്ക് 200 രൂപ താഴ്ന്നു. കൊച്ചി, തൃശൂർ മാർക്കറ്റുകളിലും നാളികേര ഉൽപ്പന്നങ്ങൾ തളർച്ചയിലാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.1, 26.2. കൊച്ചി 32.6, 25.4. ആലപ്പുഴ 33.7, 26.4. പുനലൂർ 33.6, 23.6. തിരുവനന്തപുരം 32.8, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.